പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയും സമയവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൃപാസനത്തിലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴന്ന് മുതൽ സമയത്തെക്കുറിച്ച് ഈ അൾത്താറയിലെ കർത്താവ് നൽകിയ വെളിപാടുകളെല്ലാം യൂട്യൂബിലുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണത്തിൻ്റെ ഒരു വിഷയമാണ് ദൈവസംരക്ഷണം, ദൈവസ്നേഹം, ദൈവപരിപാലന എല്ലാം ഉറപ്പ് വരുത്തുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഇപ്പം സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അവൻ പറയണത് പോലെ ചെയ്ത് ആകാത്ത സമയം ആക്കിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിപാലന മരിയൻ മാധ്യസ്ഥത്തിനെ സ്വാധീനിക്കാവുന്ന രൂപത്തിലേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുന്നതായിട്ടാണ് നമുക്ക് അടയാളങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിനെ അത്യാഹിതം, ഒരപമാനം, ഒരസാധാരണമായ ഒരു ജീവിത അവസ്ഥ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നിയാൽ അതിൻ്റെ കാലവും ഈ ദുർഘടത്തിൻ്റെ കാലം നമുക്ക് മരിയൻ മധ്യസ്ഥത്തിലൂടെ ചുരുക്കിക്കൊണ്ടുവരാം. അതിനെ ബൈബിൾ പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നെന്ന് യേശു പറയുമ്പോൾ അത് വേറെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതാണെങ്കിലും ദൈവം സമയം ചുരുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ബേസ്മെൻ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിയാണ്. ഉറപ്പല്ലേ? അത് ഈശോ പറഞ്ഞ വാക്കാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടത്തില്ലായിരുന്നെന്ന്. എന്തിൻ്റെ സമയമാണ്? ദുരന്തത്തിൻ്റെ സമയം, രോഗത്തിൻ്റെ സമയം, ഭാരത്തിൻ്റെ സമയം. ഇപ്പം രോഗത്തിൻ്റെ സമയം, ഭാരത്തിൻ്റെ സമയം, ജീവിത ക്ലേശങ്ങളുടെ സമയം ചുരുക്കാൻ പറ്റുമെന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നത്. അങ്ങനെ ചുരുക്കാൻ പറ്റാതെ വന്നാലോ ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ സമയം ചുരുക്കാനുള്ള എളുപ്പവഴി എന്താണ്? മരിയൻ മാധ്യസ്ഥമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമ്മളൊന്നുകൂടി ഹരിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, അമ്മയുടെ മാധ്യസ്ഥത്തിൽ അണഞ്ഞ ആൾക്കാർക്ക് സമയം ചുരുക്കി കിട്ടുന്നതായിട്ടാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണത് പോലെ ചെയ്ത് സമയം ആകാത്ത സമയം ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പം അവൻ പറയണത് പോലെ ചെയ്യുന്നതിനാണ് സുവിശേഷത്തിലെ ഒരുക്കമെന്ന് പറയുന്നത്. ഇത് ഒരുക്കമെന്ന് പറയും. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിനാണ് ഒരുക്കമെന്ന് പറയുന്നത്. ഇപ്പം ദൈവം പറയണ പോലെ ചെയ്ത് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റും. എന്തിനാണ്? അവൻ്റെ അനുഗ്രഹം പ്രാപിച്ച ക്ലേശങ്ങളുടെ സമയം ചുരുക്കിയെടുക്കാൻ. ഇപ്പം ഇത്രയും ടെക്നിക്കലായിട്ടുള്ള പ്രെയറാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ സമയച്ചുരുക്കം പ്രാപിക്കുന്നത് ഒരുക്കത്തിലൂടെയാണ്. ബൈബിൾ അതിനെ ഒരുക്കമെന്നാണ് വിളിക്കണത്. സമയച്ചുരുക്കം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. സമയച്ചുരുക്കം പ്രാപിക്കുക. ഈ കാര്യം ഒരുങ്ങാൻ താമസിക്കും തോറും മണവാളനെ മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം കാനായിലെ കല്യാണത്തിൽ
ശരിക്കും പറഞ്ഞാലും മണവാളൻ്റെ ശാശ്വതമായ മണവാളൻ്റെ, ഞാൻ പണ്ടേ പണ്ട് ജാക്ക് മാരിറ്റർ എന്ന് പറഞ്ഞൊരു തിയോളജിയൻ ഉണ്ടായിരുന്നു. അയാൾ ജൂയിഷ് കൺവേർട്ടാണ്. എന്നുവെച്ചാൽ യഹൂദനായിരുന്നു, പിന്നീട് കത്തോലിക്കനായ. അദ്ദേഹം വളരെ ലളിതമായ തിയോളജിയനാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ജാക്ക് മാരിറ്റനെയാണ് കുറച്ച് കൂടുതൽ ഫോളോ ചെയ്തത്. കാരണം താത്വിക കാര്യങ്ങളാണെങ്കില്ലാതെ ദൈവശാസ്ത്രത്തെ ശരിക്കും മനുഷ്യൻ്റെ ദ ഗ്രേസ് ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, ഈ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് എൻ്റെ വലിയൊരു പഠന വിഷയമായിരുന്നു. BTHനും ഒക്കെ എടുത്തിരിക്കുന്ന തേസിസ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ആണ്, ക്രിസ്തുവിൻ്റെ മാനവികത അല്ല മനുഷ്യത്വം. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ എങ്ങനെയാണ് കൃപ വർക്ക് ചെയ്യുന്നത് എന്ന് ജാക്ക് മാരിറ്റനെ പോലെയുള്ള ലളിത ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ദ ബുക്ക് ഓഫ് കാനയുണ്ട്. ഈ കാനയുടെ കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാനായിലെ കല്യാണത്തിലെ ദൈവിക മണവാളൻ്റെ പരിവേഷമാണ് അവിടെ യേശുവിനുള്ളത്. അവിടെ സഭ മണവാട്ടിയാണ്. അത് താത്വികമായി നമ്മളിങ്ങനെ മിസ്റ്റിക്കലായിട്ട് പറഞ്ഞാൽ, ഇപ്പം വളരെ കോൺക്രീറ്റ് ഫിസിക്കലായിട്ട് പറയുമ്പോൾ കാനായിലെ വിവാഹ ആഘോഷം നടന്നു, യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു, യേശു ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു പറയുമ്പോൾ അവിടെ കുടുംബപരമായ ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ ബേസിക്കായിട്ട് ജാക്ക് മാരിറ്റൻ പറയും, മണവാളിനെ കണ്ടപ്പോൾ മണവാട്ടിയുടെ മുഖം ചുവന്നു പോയെന്ന് പറയും, നാണം കൊണ്ടെന്ന്. അതൊരു മെറ്റഫോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഈ വെള്ളം ചുവന്ന് വീഞ്ഞാതിന് വേണ്ടി ഇദ്ദേഹം പറയണതാണ്. വെള്ളം കർത്താവിനെ കണ്ടപ്പോൾ ചുവന്ന് വീഞ്ഞായി പോയില്ലേ. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, അതായത് ഭൗതിക സഭ കർത്താവിൻ്റെ മണവാട്ടി, കർത്താവിനെ മണവാളിനെ, സ്വർഗീയ മണവാളിനെ കണ്ടപ്പോൾ നാണം കൊണ്ട് ചുവന്നു പോയെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റഫോർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. പക്ഷേ ബേസിക്കായിട്ട് അവിടെ ഒരു മണവാളൻ്റെ പ്രതീകമുണ്ട്. ഈശോ സ്വർഗീയ മണവാളനാണ്. ഈ സ്വർഗീയ മണവാളിനെ വരവേൽക്കുന്നത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഈ ഉത്തമഗീതത്തിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും, ഉത്തമഗീതം വായിക്കുമ്പോൾ ദൈവികമായ മനസ്സില്ലാതെ വായിക്കുന്നവർക്ക് മാനുഷികമായ അപാചയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഉത്തമഗീതത്തിൻ്റെ അലൗകിക പ്രണയഭാവം എന്ന് പറയുന്നത് ഭയങ്കര ദൈവികമാണ്. അപ്പം അവിടെ മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്. ഇപ്പം മണവാളൻ വന്ന് ഈ മണവാട്ടിയുടെ മണവറയിൽ മുട്ടും. അപ്പോഴേ അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് എഴുന്നേക്കും, മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേക്കും. അപ്പോഴേ അവൾ പറയണ അങ്കലാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണമല്ലോ എന്നാണ് പറയണത്. എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണമല്ലോ, ഈശോ ഞാൻ ഇനി എത്ര പെട്ടെന്ന് ധൃതിക്ക് വേണം ഇതൊക്കെ ഉടുക്കാൻ വേണ്ടി. അപ്പോഴേ എൻ്റെ കാല് മണ്ണിൽ ചവിട്ടേണ്ടി വരുമല്ലോ. ഇങ്ങനെ മണവാളൻ്റെ സ്നേഹത്തിനും ഐക്യത്തിനും വലിയ പ്രാധാന്യമില്ലാത്ത ഭൗതികമായ കുറേ കാര്യങ്ങൾ ഇവൾ ആലോചനപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ് എന്നാണ് ബൈബിൾ പറയണത്. അത് ആ ഭാഗം വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്താധ്യാനങ്ങളാണ്. അതായത് മണവാളൻ്റെ സ്വരം ഈ മണവറയുടെ വാതായനങ്ങൾ മുട്ടുമ്പോഴേ, ഓടാമ്പലിൻ്റെ കിലുക്കം കേൾക്കുമ്പോൾ, അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ പറയുന്ന അങ്കലാപ്പുകൾ പക്ഷേ ബേസിക്കായിട്ട് മണവാളനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, അത് അവളെ ബാധിക്കുന്ന മാത്രം വിഷയങ്ങളാണ്. എന്താണ്? എൻ്റെ അങ്കി ഞാൻ അഴിച്ചു വെച്ചിരിക്കണം, മണ്ണാങ്കട്ട. മണവാളൻ്റെ മുമ്പിൽ അതൊരു വിഷയമല്ല ശരിക്കും. പിന്നെ എന്താണ്? മീറ പുരട്ടിയ എൻ്റെ പാദങ്ങളിനി മണ്ണിൽ ചവിട്ടേണ്ടി വരുമല്ലോ, അത് അതിനേക്കാൾ മോശമാണ്. ഇവൾ പറയുന്ന രണ്ട് കാര്യങ്ങളും മണവാളിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. ഇവൾ പിന്നീട് ഈ അങ്കിയെല്ലാം ഉടുത്ത് പാദരക്ഷകളൊക്കെ അണിഞ്ഞ് മിടുക്കിയായിട്ട്
അവൾ മീറ കുറച്ചുകൂടി അവളുടെ സുഗന്ധ തൈലം അവളുടെ പാദങ്ങൾ കയ്യിൽ പുരട്ടി ഓടാമ്പൽ തൊടുമ്പോൾ ആ ഓടാമ്പലിലേക്ക് മീറയുടെ തുള്ളികൾ ഇങ്ങനെ നറുമണത്തോടുകൂടി ഇറ്റ് വീഴുന്ന അതിമാദകമായ മനോഹരമായ കാവ്യഭാവന ഉത്തമഗീതത്തിൻ്റെ മാത്രം സ്വന്തമാണ്. പക്ഷെ തുറന്നു നോക്കുമ്പോൾ എന്നാ പറ്റി? അവൾ ഖിനയായി മാറും. എന്താ? മണവാളൻ പോയി കഴിഞ്ഞു. ഇതാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ഒരു ദൈവവുമായിട്ടുള്ള ഇടപാട്, ഈ മണവാളൻ അവിടെ എല്ലാം ദൈവമല്ലേ. ഇപ്പോൾ ദൈവത്തിനെ സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുങ്ങാനെടുക്കുന്ന സമയം പലപ്പോഴും അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, മണവാളനെ ബാധിക്കുന്ന വിഷയമല്ല. അതാണ് വിഷയം. അത് അവരെ മാത്രം ബാധിക്കുന്ന, അവരുടെ സെക്യൂരിറ്റി, അവരെക്കുറിച്ച് എന്നാ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാകുന്ന ഒരു ഭൗതികമായ ഒരു പരിങ്ങലുകളെ ഇത് ദൈവസ്നേഹത്തിൻ്റെ എടുക്കുന്ന സമയമാണ്. ഇവൾ ഒരുങ്ങാനെടുത്ത സമയം കൊണ്ട് മണവാളം പോയി കളയും. അതാണ് നമ്മൾ ഉത്തമഗീതത്തിലെ 3:3 ഇതിലുള്ളത്. 3:10 അയാൾ ഇവൾ ഒരുങ്ങാനിരിക്കുന്ന സമയം കൊണ്ട് 5-ാം അധ്യായത്തിൽ ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ കഥോർക്കുകയായിരുന്നു. സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ പ്രബോധനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവായ ദൈവം. ഇത് ഉത്തമഗീതത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങളിലെ ഞാനെങ്ങനെ ഇനി മണ്ണിൽ ചവിട്ടും. അതായത് മണവാളനെ ഡയറക്റ്റ് ബാധിക്കാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് അലോസരമാകുന്ന മണവാട്ടിയും അതിനുവേണ്ടി എടുക്കുന്ന സമയം കൊണ്ട് മണവാളൻ കൈമോശം വന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ. കാര്യം ഇവിടെ മുഴുവനും പ്രാധാന്യം മണവാളനെയല്ല, ശരിക്കും അവൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഇതുകൊണ്ടാണ് ഒരുങ്ങാൻ സമയമെടുക്കുന്നത്. ഞാൻ എന്തിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്ത് നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങളെ ചിന്തിക്കുന്നത്, അല്ലാതെ മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്തെക്കുറിച്ച്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കാണ് ഈ ഉടമ്പടി സമയമെടുക്കണതിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ മറ്റ് വിഷയങ്ങൾ, അപ്പോൾ ഇവളെന്താ ഇപ്പം ചിന്തിക്കണത്? 5:10 പറയണത്? ഞാനെങ്ങനെ എൻ്റെ കാലെങ്ങനെ ഇനി മണ്ണിൽ ചവിട്ടും എന്നാ ചോദിക്കണത്. അവളെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച്, മണവാളനെ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് മണവാട്ടി ആവശ്യമില്ലാതെ വ്യാപരാതിക്കൊള്ളുന്നു. ഇത് തന്നെയാണ് ഉടമ്പടിയിൽ വരണത്. ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിന് അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി എടുത്ത ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത്. അപ്പം ദൈവത്തിന് പ്രസക്തമായ കാര്യങ്ങളിലേക്ക് വരണം. ഈ ദൈവത്തിന് പ്രസക്തമായ കാര്യം എന്താണ്? സമയത്തെ ചുരുക്കുന്ന. ഇപ്പം സമയം എടുത്തപ്പോൾ തന്നെ മണവാളം പോയില്ലേ? അവൾ കഥക് തുറന്ന് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈയിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളികളും വാതിൽ കൊളുത്തിലിറ്റ് വീണു. എൻ്റെ പ്രിയനായി ഞാൻ കഥക് തുറന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. 5:6 ഇത്രയും കഥകളെല്ലാം പറഞ്ഞ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേ ആളെ കാണാനില്ല. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് സംഭവിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവൻ പറയണത് പോലെ ചെയ്യുക. ആ ചെയ്യുന്ന വിഷയങ്ങൾക്കെല്ലാം കാലതാമസം വരും. അത് പത്രമല്ലേ, കൊടുത്താൽ മതിയല്ലോ.
പത്രം ചീഞ്ഞൊന്നും പോകത്തില്ലല്ലോ. കൃപാസനം പത്രം വാങ്ങിച്ച് കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തനമാണ്. ചില ആൾക്കാർ ജപമാല ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലത്തെ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം, ഒരു വല്ലാത്ത സാക്ഷ്യം എന്നും പറഞ്ഞ് കൃപാസനത്തിൻ്റെ യൂട്യൂബിലുണ്ടത്. ആ ടീച്ചറിൻ്റെ ആ പ്രവർത്തനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവം ഇറങ്ങി വരും. എന്നുവെച്ചാൽ അത്രയും അച്ചിട്ട പോലെ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന ഒരു അങ്ങനെ വിശ്വസിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ മീറ്റ് മാത്രം മതി. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരുടെ അവർ ഗൂഗിൾ മീറ്റ് വന്നപ്പോൾ ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല അവരോട്. അവർ പറഞ്ഞവർ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പറയുമ്പോഴും അവരെന്നോട് പറയും, അച്ഛാ 5 അനുഗ്രഹങ്ങൾ ലഭിച്ചു, പക്ഷേ ഗൂഗിൾ മീറ്റിൽ പറയണതാണ്. പക്ഷേ എൻ്റെ ആ വേരിക്കോസ് ഇല്ല അച്ഛാ, അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു പപ്പട വട്ടം ഉണ്ടെന്ന് പറഞ്ഞു. വേരിക്കോസൊക്കെ ഒരു പപ്പട വട്ടം ഉണ്ടെങ്കിൽ, വേരിക്കോസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ തന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അതിൽ പപ്പട വട്ടത്തിലുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഞാൻ അവരോട് പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രാർത്ഥനാ ഘടകങ്ങളിലൂടെ ഞാൻ അവരെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു, ടീച്ചറെ വിഷമിക്കണ്ട, ടീച്ചർ സുഖപ്പെടും, അത്രയേ ഉള്ളൂ. ഒരു ഭാവുകം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. ഏറ്റവും കുറച്ച് പറഞ്ഞിട്ടുള്ള, ടീച്ചറെ വിഷമിക്കേണ്ട, ടീച്ചർ സുഖപ്പെടും. ഒരു ഭാവുകമാണ്. അത് എങ്ങനെ കൊടുക്കണം? ഓൺലൈനിൽ കൊടുക്കുന്നൊരു ഭാവുകമാണ്. ആ ഭാവുകം എങ്ങനെയാണ് പ്രാർത്ഥനയായിട്ട് ഈശോ സ്വീകരിക്കണത്? 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എത്രയോ 5-6 വർഷം നിന്ന് ആ പപ്പടം പോലെ ഇരിക്കുന്ന വേരിക്കോസ് കരിഞ്ഞുപോയി. ഒരു ഭാവുകത്തിൽ എങ്ങനെയാണിത് കരിഞ്ഞു പോണത്? അതിന് കാരണമുണ്ട്. ടീച്ചറിനും എനിക്കും തമ്മിലൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഈ ഭാവുകങ്ങൾ പറയുമ്പോഴേ അത് എൻ്റെ കർത്താവിനെ നെഞ്ചിൽ കണ്ടിട്ടാണ് ഞാൻ പറയണത്. ആ ടീച്ചർ ആ ഭാവുകം സ്വീകരിക്കണില്ലേ, അവരും കർത്താവിനെ നെഞ്ചിൽ കണ്ടിട്ടാണ് പറയണത്. കാര്യം ഞങ്ങളുടെ 2 പേരുടെ ഭാവുകം നേർന്ന എൻ്റെയും അത് സ്വീകരിച്ച ടീച്ചറിൻ്റെയും മനസ്സിലെ കർത്താവാണുള്ളത്. അങ്ങനെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ ഉള്ളിൽ മണവാളനാണ് ഉള്ളെങ്കിൽ പിന്നെ സമയമെടുക്കത്തില്ല. ഈശോ ഇനി പത്രം കൊണ്ട് കൊടുക്കണമല്ല. ഇപ്പം അവൾ പറഞ്ഞു കേട്ടില്ലേ, 5:3 എന്താ അവൾ പറയണത്? അയ്യോ എൻ്റെ കാലിന് മണ്ണിൽ ചവിട്ടണമല്ല എന്ന് പറയണില്ലേ. ഇതാണ് പ്രശ്നം. ഇവിടുത്തെ ഉടമ്പടി പ്രശ്നം. ഇപ്പം 5:3 ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞു കളഞ്ഞു. ഉത്തമഗീതം 5:3 ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞു കളഞ്ഞു, ഞാനത് എങ്ങനെയാണ് ഈ വല്ല കഥയുള്ള കാര്യങ്ങളോ? അത്യാവശ്യം നൈറ്റ് ഡ്രസ് ഇട്ട് കിടക്കുകയാണ്, ആഡംബരത്തോട് വരേണ്ട ഒരു കഥയും ഇല്ലത്തില്ല. ഞാനീ അതെങ്ങനെ അണിയോ? ഞാൻ എൻ്റെ പാദം കഴുകി പോരെ. കുറേ ഉടങ്കലി കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി, ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ സമയമെടുക്കുകയാണ്. ഓടാമ്പൽ തുറക്കാൻ വേണ്ടി, മണവാളിനെ കാണാൻ വേണ്ടി അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഈശോ എന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം തുറന്നപ്പോഴും മണവാളിനെ കാണാനില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബൈബിളിൽ ഏറ്റവും സുന്ദരമായൊരു ഭാഗമാണിത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച സൂചനയാണിത്. ഞാൻ പിന്നെ പോയി മുറിയിൽ പോയി വചനം എടുത്ത് വായിച്ചപ്പോഴാണ് ഇത്രയും വലിയ വെടിക്കെട്ട് ഇതിൻ്റെതുള്ള കാര്യം അറിയണത്. എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃപാസനം പത്രം എടുത്ത് കൊടുത്താൽ വല്ലവരും കാണുമോ? വല്ലവരും കണ്ടാൽ എന്ത് ചെയ്യും? ഇനി ഇതിൻ്റെ അകത്ത് കൊറോണ ഉണ്ടായില്ലെന്ന് അവർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ ഞങ്ങളിതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണെങ്കിൽ തരണത്, സാനിറ്റൈസ് ചെയ്തിട്ടാണ് തരണത്, എവരിത്തിങ് കൂടുവരെ. ഇത്രമാത്രം മനുഷ്യരാണ്. ഈ 2 ദിവസം കൃപാസനം കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം തുറന്നപ്പോൾ തന്നെ, 2 ദിവസം തുറന്നപ്പോൾ തന്നെ 100 കണക്കിന് മനുഷ്യരല്ലേ വന്നത്. ഇപ്പം തന്നെ എനിക്ക് സങ്കടം തോന്നി. കാര്യം ഇപ്പം ഈ ഞങ്ങളുടെ ഈ വാർഡ് കിഴക്ക് വശത്ത്, കൃപാസനത്തിൻ്റെ കിഴക്ക് വശത്ത് 10-50 പേർക്ക് കൊറോണ. കളക്ടർ, കൃപാസനം ഉൾപ്പെടെയുള്ള വാർഡ് ഇത് ലോക്ക്ഡൗൺ ആക്കിയിരിക്കുകയാണ്. പക്ഷേ മിക്കവാറും ഒരു ആഗസ്റ്റ് കഴിയുമ്പോൾ ഇതിന് റിലീസിങ് ഉണ്ടാവും. ഇപ്പം തന്നെ ഉടമ്പടിയുടെ നമ്പർ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ബുക്ക് ചെയ്യേണ്ട നമ്പർ
അപ്പം ഒരു ദിവസം 100 കണക്കിന് മനുഷ്യരെ വിളിച്ച് ഉടമ്പടി ബുക്ക് ചെയ്യണത്. പക്ഷേ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, സത്യമായി പ്രാർത്ഥനയിലെ നിങ്ങൾ എടുക്കണ കാലവിളംബം. നമ്മളൊരു വിഷയം ഇപ്പോൾ ഒരുങ്ങാൻ, ഇപ്പോൾ പത്രം അവിടെ ഇരിക്കുകയാണ്, അതിപ്പോൾ അടുത്ത ആഴ്ച കൊടുത്താലും കുഴപ്പമില്ല, പത്രം ചീഞ്ഞ പോകത്തൊന്നും ഇല്ലല്ല എന്നും പറഞ്ഞൊരു ചേടത്തിരുന്ന് യു ആർ ടേക്കിംഗ് ടൈം. നിങ്ങൾ ടൈം എടുക്കുകയാണ് അതിനെ. നിങ്ങൾ ചെയ്യുമായിരിക്കുന്ന ആളാണ്, മനോഹരമായി ചെയ്യും. ചിലപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഓണം മാറട്ടെ, ഭയങ്കര തിരക്കായിരിക്കും പുറത്തിറങ്ങിയ, ഓണം മാറട്ടെ, ഓണം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ നീക്കി വെച്ചിരുന്നാൽ ഇത് ദൈവത്തിന് പ്രസക്തമല്ലാത്ത രീതിയിൽ നമ്മുടെ സേഫ്നെസ് നോക്കിക്കൊണ്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സമയമെടുത്താൽ യു വിൽ മിസ് ദ ബ്രൈഡ് ഗ്രൂം. നിങ്ങൾക്ക് മണവാളനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരുങ്ങി നിൽക്കണം, ഇതിനെ ഒരുങ്ങി നിൽക്കണം. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവരെ ഒരുങ്ങാൻ സമയമെടുത്ത പ്രശ്നമാണ്. ഇപ്പോൾ വേറെ കന്യകമാരുടെ ഉപമ പറയുമ്പോഴും ഈശോ എന്നാ പറയണത്? ഒരുങ്ങി നിന്നിരുന്നവരെ മുൻകൂട്ടി ഒരുങ്ങി നിന്നിരുന്നവർ അകത്ത് പ്രവേശിച്ച് കതക് അടച്ചു. തീർന്നില്ല. അവിടെ മണവാളനാണ് വിഷയം. ഇപ്പം നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷമല്ലേ അല്ലേ, 25-ാം അധ്യായം 10-ാം വാക്യം. അത് വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുങ്ങി നിന്നിരുന്നവരെ, മണവാളൻ വന്നപ്പോൾ ഒരുങ്ങി നിന്നിരുന്നവരെ മണവാളിനൊപ്പം അകത്ത് പ്രവേശിച്ച് വാതിലും അടക്കപ്പെട്ടു. ടൈമാണത്. ഇനി ഒരുക്കമെടുത്ത് വന്നിരിക്കുന്ന മറ്റേ കന്യകമാർ വന്നപ്പോൾ വാതിലടച്ചുപോയി. ടൈമാണ് അവിടുത്തെ പ്രശ്നം. അപ്പം സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല, ഉത്തമഗീതത്തിൽ മാത്രം വിഷയമല്ല. നിങ്ങൾ ബേസിക്കായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരുക്കത്തിലായിരിക്കണം. ഓ നാളെ ആകാം, നാളെ കുമ്പസാരിക്കാം. ഇന്നവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല, ഞാൻ നോക്കിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. പിന്നെ അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യാം. തിടുക്കമുണ്ടോ? കുമ്പസാരിക്കാൻ തിടുക്കമുണ്ടോ? എന്നുവെച്ചാൽ നിങ്ങൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഉടനെ മരിക്കാൻ പോകണമെന്നാണ് അച്ഛൻ ചോദിച്ചത്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ല. അപ്പം അച്ഛൻ ചോദിച്ചോ, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണമല്ല. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കും, കുമ്പസാരിക്കാൻ തിടുക്കമുണ്ടോ? ഞായറാഴ്ചയായാലും കുഴപ്പമുണ്ടോ? എന്നാൽ ശരി, തിടുക്കമുണ്ടെന്ന് അച്ഛൻ ചോദിക്കണതും എന്നാൽ ശരിയെന്ന് നിങ്ങൾ പറയണതും പണി മേടിക്കുന്ന വർത്തമാനങ്ങളാണ്. എന്താ കാര്യം? ടൈമിൻ്റെ പ്രശ്നമാണ്. മാനസാന്തരമല്ല മക്കളെ വിഷയം. മാനസാന്തരം എടുക്കുന്ന സമയമാണ് പ്രശ്നം. കാര്യം സമയം എന്താ? സമയത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മണവാളനാണ്. ദൈവവുമായിട്ട് ഐക്യപ്പെടുകയാണ്. അതിപ്പോൾ നാളെ മതിയെന്നാണ് അച്ഛൻ ചോദിക്കണത്. അപ്പോൾ അച്ഛനല്ലേ ഇപ്പം ഇങ്ങനെ ചോദിക്കണം, അപ്പോൾ ഞാനെന്ത് പറയാനാ? ദൈവവുമായിട്ട് ഞാൻ ഐക്യപ്പെടുകയാണ്. അപ്പം അച്ഛൻ ചോദിക്കണത് എന്താ? നാളെ മതി, അടുത്ത ആഴ്ച മതിയോന്ന്. ദൈവമായിട്ട് ഐക്യപ്പെടാനേ അടുത്ത ആഴ്ച മതിയോന്ന് അഭിഷിക്തം ചോദിക്കും. എടാ അച്ഛനിങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാനും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അച്ഛനും വിശ്വാസിയും കൂടി കർത്താവിനായിട്ട് പണി കൊടുത്ത പോലെ ഈ സംഭവം. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ പെട്ടെന്ന് വിവേചിക്കാൻ കഴിയണം. കാര്യം ടൈമാണിത്. ഒരുങ്ങി നിന്നിരുന്നവർ, അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:10. ഒരുങ്ങി നിന്നിരുന്നവർ. അപ്പം നാളെ നിങ്ങൾ ഒരുങ്ങി വരുമായിരിക്കും, ഒരു കഥയുമില്ല. നാളെ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് മെത്താൻ്റെ അടുത്ത് കുമ്പസാരിക്കുകയും ചിലപ്പോൾ പ്രായശ്ചിത്തമായിട്ട് ഇടയിലൊക്കെ ഈ കുരിശില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇടയിലെ കുരിശെന്നാണ് പറയണത്. അതായത് വലിയ കുരിശിനും ചെറിയ കുരിശിനും ഇടയ്ക്കുള്ള, അവിടെ നിന്നാണ് ഈ നിരങ്ങ് നേർച്ചയൊക്കെ തുടങ്ങണത്, നടുക്കുള്ള കുരിശിൽ നിന്ന്. അപ്പോൾ നാളെ നിങ്ങൾ ചിലപ്പോൾ ഇടയിലെ കുരിശിൽ നിന്ന് ചിലപ്പോൾ നിരങ്ങി വരുമായിരിക്കും. പക്ഷേ പള്ളിവാതിൽ അടച്ചിട്ട് പിന്നെ നിരങ്ങി വന്നിട്ട് എന്ത് കാര്യം? ഉരുണ്ട് വന്നിട്ട് എന്ത് കാര്യം? ടൈമാണ് പ്രശ്നം. അതുകൊണ്ട് പ്രഭാഷകൻ പറഞ്ഞാൽ എന്താ? നാളെ എന്ന് നീക്കി വെക്കാൻ മനുഷ്യന് ഒരു സാധാരണ ഒരു പ്രവണതയുണ്ട്. ഈ പ്രവണതയാണ് നമ്മളുടെ വിഷയങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇപ്പം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്, ഇപ്പം നൗ എന്ന് പറയുന്നൊരു വിഷയമാണ്. ഇന്ന് സമയത്തെ ചുരുക്കണമെങ്കിൽ ആ സമയത്തെ ചുരുക്കുന്ന കണ്ടൻറ്റുകളുണ്ട്. അതിലൊന്നാണ് ഒരുക്കം.
ആ ഒരുക്കത്തിന് സമയമെടുക്കരുത്. അതിപ്പം തന്നെ ആയിരിക്കണം. ഉടമ്പടി ചെയ്താൽ 24 മണിക്കൂറിനുള്ളിലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുമ്പസാരിച്ച് കറക്റ്റ് പ്രവൃത്തികൾ ചെയ്ത്, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഫെറ്റാടിക്കണം. അപ്പോൾ നമുക്കറിയാം സമയമാണ് എൻ്റെ വിഷയം. നിങ്ങൾ ലേസി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മടിയുണ്ടോ നിങ്ങൾക്ക് എന്നറിയേണ്ടത് എന്താണ്? സമയത്തിലൂടെയാണ് അതുണ്ടാകുക. എഴുതി കാണിച്ചുകൊണ്ടോ പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ എന്ന് നീട്ടി വെക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. ഇതാണ് വിഷയം. അതായത് നിങ്ങളെ കർത്താവിലേക്ക് തിരിയുന്നതിന് എടുക്കുന്ന സമയം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞാനും അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോഴേ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഉടമ്പടിയുടെ ലക്ഷ്യം ദിവ്യ മണവാളനായ അങ്ങ് തന്നെയാണ്. അല്ലാതെ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ അല്ല, എൻ്റെ ഭൗതികമായ പരാധീനതകള് അല്ല എന്ന് എന്നെ തിരിച്ചറിയിച്ചുകൊണ്ട് എന്നെ അങ്ങിലേക്ക് സമയ വിളംബമില്ലാതെ ഐക്യപ്പെടുത്തണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളുടെ പഠിച്ച നിയോഗങ്ങളുടെ മേൽ കർത്താവേ ഉടനടി സമയം എത്തുന്നതുമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമയ ചുരുക്കത്തിൻ്റെ വിഷയമായ ഒരു കാര്യമാണ്. ഇന്നലെ ഇവിടുത്തെ അസിസ്റ്റൻ്റ് അച്ഛൻ, നമ്മുടെ അലക്സാണ്ടർ അച്ഛനാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങളിരുന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കിയപ്പോൾ തന്നെ ഇതിനൊരു അഭിഷേകമുണ്ട്. ദേശവും അമ്പിളിയും പാടിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ അഭിഷേകമായി. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് പാടുകയാണ്. അതുകൊണ്ട് പാടുമ്പോൾ പ്രാർത്ഥിച്ച് പാടണം. നിങ്ങളെ കർത്താവ് അവിടുത്തെ അനന്തമയമായി, നമുക്കറിയാം ഇന്നത്തെ ടോക്ക് പോകുന്ന ലെവൽ കണ്ടില്ലേ, വിഷയമല്ല പ്രശ്നം, വ്യക്തിയാണ് പ്രശ്നം. അപ്പോൾ അവൾ പറഞ്ഞില്ലേ, അവളെന്താ പറഞ്ഞത്? ഞാൻ വലിയ മണവാട്ടിയാണ്, പക്ഷേ എന്നാ പറ്റി, ഞാൻ എൻ്റെ കാലെങ്ങനെയും മണ്ണി ചവിട്ടുമോ എന്നാണ് ചോദിക്കണേ. ഞാനാണ് മണവാട്ടരെങ്കിൽ കഥ തുറന്നിട്ടൊരു അടിയും കൊടുത്തത് അവർക്ക്. കാരണം ഇതൊന്നും അല്ല പ്രശ്നം. അവിടുത്തെ ഫസ്റ്റ് പ്രിഫറൻസ് ആരാണ്? മണവാളനാണ് വിഷയം. അല്ല അവളുടെ കാര്യം മണ്ണി ചവിട്ടണമല്ല പ്രശ്നം. നമ്മളുടെ ഒരു പ്രശ്നങ്ങളും അല്ല അവിടെ. ദൈവത്തെ സ്നേഹിക്കാൻ വന്നാൽ അവർ പ്രൈമറി റെഫറൻസ്, ഫസ്റ്റ് റെഫറൻസ്, ഇമ്മീഡിയറ്റ് റെഫറൻസ് ഈസ് അവർ ഗോഡ്, നമ്മുടെ ദൈവമാണ്. പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങും ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴേ കർത്താവേ പല വിഷയങ്ങള് എന്നെ അങ്ങിൽ നിന്ന് അകറ്റുകയോ പ്പെടുന്നതിന് സമയം എടുക്കുകയോ അങ്ങനെ വേസ്റ്റായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേവലാതി കൊള്ളുകയോ ചെയ്തിട്ടുണ്ട്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ബോധതലങ്ങളിലെ അഭിഷേകം ചെയ്തുകൊണ്ട് എന്നെ കാലവിളവെന്നിയെ അങ്ങുമായി ഐക്യപ്പെടുത്തണമേ. ഞങ്ങളെ ആരാധിക്കുന്ന ദൈവമേ, കർത്താവേ കൃപാസനത്തിൽ ഉടമ്പടിച്ചത് ഓരോ മകനെയും. അതായത് നമുക്കറിയാം ഉടമ്പടി എന്താണ്? ഇത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, ഉഭയകക്ഷിയാണ്. നമ്മുടെ വിഷയത്തെക്കാൾ ഉപരി വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഉടമ്പടിയല്ലേ, എഗ്രിമെൻറ്റ്, കവനൻറ്റ്. അതെന്താണ്? ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഐക്യപ്പെടാനും ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും വേഗം ഇടപെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണത്. പ്രാർത്ഥനാ പദ്ധതി, ഇത്രയും സുന്ദരമായൊരു പ്രാർത്ഥനാ പദ്ധതി കർത്താവ് നമുക്ക് ദാനമായി നൽകിയത് ശരിക്കും അമ്മയുടെ പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ എന്ന് പാരിഷനെ ആധാരപ്പെടുത്തിക്കൊണ്ട് 2014 പ്രാർത്ഥന ഉണ്ടായിരുന്നു. വെറും 1 മിനിറ്റ് പ്രയർ. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി ഞങ്ങൾ 6 മാസം ആ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. അയ്യോ, ഉടമ്പടിയിലൂടെ പിന്നെ വന്നത് എന്താണ്? 10,000 ലക്ഷങ്ങളല്ലേ
കർത്താവിൽ വിശുദ്ധീകരിക്കുകയും വചനത്തെ വളരുകയും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുകയും. ശ്രുതികടെ ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥന വെളിപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയുന്ന കർത്താവേ, ഉടമ്പടി ചെയ്തിട്ടുള്ള ഓരോ മക്കളെയും സ്പർശിക്കണമേ, ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. അവരുടെ ജീവിത അവസ്ഥകളെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരകരോഗങ്ങള്, തീരാവേദനകള്, ജീവിത ദുരിതങ്ങള് മാറിപ്പോകട്ടെ. ആലപനത്തോടെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി ആശ്രയിക്കുന്ന കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥന എപ്പോഴെല്ലാം എവിടെയെല്ലാം കൂടുന്നു അവിടെയെല്ലാം കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ സൗഖ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനം അങ്ങയുടെ വാഗ്ദാനമാണല്ലോ, വാഗ്ദാന പ്രകാരമാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വാഗ്ദാനം കാലങ്ങളിലെല്ലാം കർത്താവേ, ആരെല്ലാം എവിടെയെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്നുവോ വചനത്തിൽ കർത്താവേ അത് നിറവേറുന്ന കർത്താവേ, സാഹചര്യവും സമയമില്ല കർത്താവേ, ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം വചനം കേൾക്കുന്നുവോ ആ സമയത്തെല്ലാം യേശു ക്രിസ്തു